പ്ലസ് ടു സേ ഇംപ്രൂവ്മെന്റ് എക്സാം കഴിഞ്ഞ ശേഷം പല കുട്ടികൾക്കും പല രീതിക്കുള്ള സംശയങ്ങളുണ്ട്. അപ്പൊ എന്നെ കുറെ കുട്ടികൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്, പിന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ മാക്സിമം അതിനുള്ള റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. എന്നാലും കുട്ടികൾക്കും പേരൻസിനും ഒരേപോലെ കുറെ സംശയങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇപ്പൊ പ്ലസ് ടു സേ എക്സാം കഴിഞ്ഞു. അപ്പൊ പലരും പല രീതിയിൽ കൂടെയാണ് ഫെയിൽ ആയേക്കുന്നത്. ചിലർ പ്ലസ് ടു ജയിച്ചിട്ടുണ്ട്, പ്ലസ് വൺ തോറ്റു. ചിലർ പ്ലസ് വൺ ജയിച്ചു, പ്ലസ് ടു തോറ്റു, രണ്ടും തോറ്റു. ഇങ്ങനെയൊക്കെയുള്ള പല ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് പല കുട്ടികളും ഇപ്പം മറ്റൊരു വലിയൊരു വിഷമമാണോ എന്താണെന്ന് അറിയില്ല, ഒത്തിരി കുട്ടികൾ അഡ്മിഷൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പ്ലസ് ടു ഫെയിൽ ആവുമെന്ന് ഉള്ള ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു. അവർ ഉറപ്പിച്ച് ജയിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടുള്ള രീതിയിൽ കൂടെ പലയിടത്തും അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിലും വെളിയിലാണെങ്കിലും. പക്ഷെ അവരെല്ലാം ഇപ്പോൾ ഫെയിൽ ആയിട്ടുണ്ട്. അപ്പൊ അവരുടെ വിചാരം ഈ വർഷം തന്നെ നമുക്കിനിയും ജയിച്ച് ആ കോഴ്സിന് ഇപ്പൊ ഏതാ നേരത്തെ നമ്മൾ അഡ്മിഷൻ എടുത്തെടുത്തോട്ട് പോകാം എന്നാണെങ്കിൽ അത് നടക്കില്ല. അതിപ്പോൾ നടക്കില്ല. കാരണം നമ്മളിപ്പോ എല്ലാവരും ഈ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് ഒക്ടോബറിൽ ഉള്ളത് കൊണ്ട് ജയിച്ചങ്ങ് പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്ലസ് ടു സേയുടെ മാർഗം കൊണ്ടങ്ങ് ജയിച്ച് അതും ഈ ഇംപ്രൂവ്മെന്റും കൂടെ ചേർത്ത് ജയിക്കാം. അങ്ങനെ സാധ്യത വളരെ കുറവാണ് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോ നോട്ടിഫിക്കേഷൻ വരാൻ കിടക്കുന്നേ ഉള്ളൂ. എന്നാലും സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രതീക്ഷയിൽ പോകണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അടുത്ത വർഷത്തെ പ്ലസ് ടുവും കൂടി അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ കൂടെ ആയിരിക്കും കാര്യങ്ങൾ പോകുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്ലസ് വണ്ണും പ്ലസ് ടു എന്തായാലും ഇനി എഴുതേണ്ടി വരും. പ്ലസ് വൺ ഇംപ്രൂവ്മെന്റും പ്ലസ് ടു അടുത്ത വർഷത്തെ റെഗുലറും. അടുത്ത വർഷത്തെ പ്ലസ് വൺ റെഗുലർ ഉണ്ട്, പ്ലസ് വൺ റെഗുലർ. അത് എഴുതണോ വേണ്ടേ എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ. ഓരോ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഈ വർഷത്തെ ചേഞ്ചസ് നിങ്ങളോട്ട് എത്തിക്കും. മാക്സിമം നിങ്ങൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാം. കാരണം പലർക്കും ഇതെങ്ങനെയാണ് ഇനി ജയിച്ച് ഒന്ന് പോകണം, ഒന്ന് കടന്നുകൂടി പോകണം എന്നുള്ളതിന്റെ വഴികൾ പലർക്കുമേ മനസ്സിലാവുന്നില്ല. ആർക്കുമേ പിടികിട്ടാത്ത രീതിയിൽ കൂടെയാണ് അവർ ഈ കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്കിനി ജയിച്ചേ പറ്റൂ. അപ്പോൾ നിങ്ങൾ എന്താണോ അവർ പറയുന്നത് അതുപോലെ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് എഴുതാനുള്ളത് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് ഒക്ടോബറിലുണ്ട്. ഓക്കെ, അത് 2026. ഇനി നമുക്ക് പ്ലസ് ടു റെഗുലർ എന്തായാലും നമുക്ക് എഴുതാൻ കിടക്കുകയാണ് 2027 മാർച്ചില്. പിന്നെ പ്ലസ് വൺ റെഗുലർ അതും 2027 മാർച്ചിലുണ്ട്. ഇതൊക്കെ എഴുതണോ വേണ്ടയോ, ഏതൊക്കെ എഴുതണോ എന്നൊക്കെ ഉള്ളത് വരാൻ പോകുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്കമിങ് ഇവന്റ്സ് എന്ന് പറയുന്ന പോലെ ഏതൊക്കെയോ നമുക്ക് ഏതൊക്കെ എഴുതി വേണം നമുക്ക് ഏറ്റവും ആദ്യം ജയിച്ചു പോകുക എന്നുള്ളത് ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനെ ബേസ് ചെയ്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ എല്ലാവരും കാണുക. ഞാൻ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ആദ്യം തന്നെ നിങ്ങളോട്ട് കൃത്യമായിട്ട് എത്തിച്ചിരിക്കും. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കാരണം ഇത് ഈ വർഷം ഒരു വർഷം കൊണ്ട് ഇനി ജയിക്കണ്ടേ. അപ്പൊ എന്തായാലും പ്ലസ് ടു നിങ്ങൾ മിക്കവാറും പഠിക്കേണ്ടി വരും. അതാണ് മറ്റൊരു പ്രോബ്ലം. പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് കൊണ്ട് തീരാൻ സാധ്യതയില്ല. അതുകൊണ്ട് പ്ലസ് ടു കൂടെ ഇപ്പോഴേ പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു സേഫായിട്ട് നമുക്ക് നല്ല രീതിയിൽ കൂടെ ഒരു കോഴ്സിന് അടുത്ത വർഷം പോകാൻ പ്ലസ് ടു കൂടെ എന്തായാലും നമുക്കിപ്പോൾ ഫ്രീ ആണ്. ഒരു പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ടൈമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ പ്ലസ് ടു പഠിക്കാൻ. അങ്ങനെ അന്നേരം പ്ലസ് ടു വേണ്ടി വരുമ്പോൾ നിങ്ങൾ അത് നല്ലത് ഇപ്പോഴേ ഉള്ള സമയത്ത് രണ്ടും കൂടി ഒന്ന് പഠിച്ചു പോയാൽ നമുക്ക് ഇനി രണ്ട് വിഷയങ്ങളൊക്കെ എഴുതാനുള്ളവർ ഉറപ്പായിട്ട് ഇപ്പോഴേ പ്ലസ് ടു കൂടെ പഠിച്ചു പോകുന്നതായിരിക്കും ബുദ്ധി. ഇല്ലെങ്കിൽ അത് പണിയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അതാത് ടൈമുകളിൽ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതും കാര്യങ്ങളും ഒക്കെ തിരിച്ചറിയുക. എന്തെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത എക്സാം ചിലപ്പോൾ എഴുതാൻ പറ്റിയില്ല എന്നൊക്കെ വരാം. ഇതൊക്കെ ഇതൊക്കെ നമ്മളൊരു കാര്യത്തിൽ പെട്ട് കിടക്കുന്നവരാ. ഇനിയിപ്പോ നമുക്കായിട്ട് ഊരാൻ പറ്റില്ല. അവര് പറയുന്ന ഇൻസ്ട്രക്ഷൻസുകൾക്ക് അനുസരിച്ചേ നമുക്ക് ഇതിനകത്ത് ഊരി പോകാൻ പറ്റുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിതൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയും ആ റെഗുലർ ടൈമിൽ തന്നെ പാസ്സാവുക. ഒന്ന് ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ പല പ്രശ്നങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് പഠിക്കുന്നതിന്റെ ബുദ്ധിമുട്ട്, രണ്ടാമത് ഇങ്ങനത്തെയുള്ള കുറെ ഫോർമാലിറ്റീസ്, ഇതെല്ലാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. വിഷമം പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യങ്ങളൊന്നുമില്ല. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പഠിക്കുക. നമുക്കിപ്പോ പറ്റിയ അബദ്ധം ഇനി ഉണ്ടാകാതെ എന്നുള്ള ഉറപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. നമ്മളെ മാക്സിമം നമ്മളെ ഹെൽപ്പ് ചെയ്യാം. പിന്നെ നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ അടിവരയിട്ട് പറയണം കേട്ടോ. പ്രത്യേകിച്ച് എഴുതി പഠിക്കുക.
കാരണം എക്സാമിന് നമ്മൾ ചെയ്യുന്നത് എഴുതിയാണ്. അതേ കാര്യം നിങ്ങൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പ് ജോയിൻ ചെയ്യാം. നമ്മൾക്ക് ഒന്നിൽ കോൾ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. പ്രശ്നങ്ങളൊക്കെ ഉടൻ തന്നെ കവർ ചെയ്തു പോകും. പിന്നെ നമുക്ക് വർഷങ്ങൾ മുന്നോട്ട് കിടക്കുകയാണ്. ഓക്കെ, അല്ലാതെ ഈ വർഷം കൊണ്ടൊന്നും നമ്മുടെ ജീവിതം തീരുന്നില്ല. അതുകൊണ്ടൊന്നും ആരും അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. പിന്നെ കൊണ്ടുള്ള സമയത്തിന് വേണ്ടി നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി പഠിക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.